അങ്ങനെ 2024-25 ഫൈനാൻഷ്യൽ ഇയർ കഴിയാൻ വേണ്ടി പോവാണ്. അപ്പോൾ സാമ്പത്തികവുമായി ബന്ധപ്പെട്ടിട്ടും ടാക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കാനുണ്ടോ എന്ന് ചില ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരോട് ആകെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്ന് പുതിയ സാമ്പത്തിക വർഷം തുടങ്ങുമ്പം GSTൻ്റെ കാര്യത്തിൽ ഇൻവോയ്സ് പുതിയ സീരിയൽ നമ്പറിൽ തുടങ്ങണം. അതായത് പുതിയ ഇൻവോയ്സ് നമ്പർ ഇട്ട് തുടങ്ങണം. ഇപ്പം നാളെ മാർച്ച് 31 അപ്പോൾ 31 കഴിഞ്ഞ് ഏപ്രിൽ 1 നമ്മുടെ ബില്ലടിച്ച് തുടങ്ങുമ്പോൾ പുതിയ സീരിയൽ നമ്പറിൽ എന്ത് ചെയ്യണം, തുടങ്ങണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് പല ആൾക്കാർക്കും വരുന്നൊരു മിസ്റ്റേക്കാണ്. പിന്നെ സ്റ്റോക്ക് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊന്ന് റീകൺസിഡർ ചെയ്ത് വെക്കുക എന്നുള്ളത് ഒരു നല്ല കാര്യമാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ പെരുന്നാളിൻ്റെ തിരക്ക്, വിഷുവിൻ്റെ തിരക്കൊക്കെ ആയിട്ട് കച്ചവടക്കാർക്ക് അതിനൊന്നും സമയം കിട്ടിക്കൊള്ളണമെന്നില്ല. എന്നാലും എത്രയും പെട്ടെന്ന് ഒരു മാർച്ച് 31 ഒരു ഡേറ്റ് ഇട്ടിട്ട് സ്റ്റോക്കും കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. പിന്നെ ഈ വർഷം 5 കോടിക്ക് മുകളിൽ ടേൺ ഓവർ ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് അടുത്ത സാമ്പത്തിക വർഷം മുതൽ ഈ ഇൻവോയ്സിങ് നിർബന്ധമാവും. അപ്പോൾ അതും ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കാനുള്ളത്, ഇനിയിപ്പോൾ പാർട്ട്ണർഷിപ്പ് ഫേമുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇൻകം ടാക്സിൽ ഒരു കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. പിന്നെ 2025 ഏപ്രിൽ മുതലുള്ള TDSൻ്റെ മാറ്റങ്ങൾ ഒന്ന് ശ്രദ്ധയിൽ വെക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ തൊട്ടടുത്ത വീഡിയോയിൽ ഞാൻ എന്ത് ചെയ്യാൻ പറയാം. ഏതായാലും ഇപ്പം മാർച്ച് 31 ബന്ധപ്പെട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും.